ഹലോ, വെൽക്കം ബാക്ക്. 8:30 നമ്മൾ മാംഗ്ലൂർ എത്തി. നേരെ ഡിന്നർ കഴിക്കാനാണ് പോയത്. മച്ചിലിയാണ് നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. മാംഗ്ലൂർ പോയ എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ പോയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. രാത്രി 8:30 ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഇവിടെ മെയിൻ ഡിഷ് ഫിഷാണ്. ഫിഷിൻ്റെ പല വെറൈറ്റീസാണുള്ളത്. അഞ്ചൽ തവ ഫ്രൈ, ചെമ്മീൻ മസാല, ഫിഷ് റവ ഫ്രൈ, സ്ക്വിഡ് ഗീ റോസ്റ്റ് ഒക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അഞ്ചൽ തവ ഫ്രൈയും സ്ക്വിഡ് ഗീ റോസ്റ്റും ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നീർദോശയാണ് എടുത്തത്. അങ്ങനെ ഡിന്നർ കഴിച്ച് റൂമിൽ പോയി. മാംഗ്ലൂർ ഫുഡ് ഭയങ്കര ഫേമസ് ആണല്ലോ, അപ്പം മാംഗ്ലൂരിലെ ഫുഡൊക്കെ ഒരുവിധം ഞങ്ങൾ ട്രൈ ചെയ്തു. മാംഗ്ലൂർ നമ്മൾ മുമ്പ് ഓൾറെഡി വന്നതുകൊണ്ട് അധിക സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. ഇതുപോലെ ഫുഡുകൾ പല ടൈപ്പ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ മാംഗ്ലൂർ ഫുഡുകളും കുറച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് മാംഗ്ലൂർ ബണ്ണ്. ഇതിൻ്റെ കൂടെ സാമ്പാർ, ഒരു ചട്നി ഉണ്ടാവും. ഈ മാംഗ്ലൂർ ബണ്ണ് സ്വീറ്റാണ്. പഴം വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. കണ്ടാൽ നമ്മുടെ പൂരിയുടെയൊക്കെ ഒരു രൂപമാണ്, പക്ഷേ അതിലേറെ കുറച്ചും കൂടി കട്ടിയുണ്ട്. മാംഗ്ലൂർ ബൺസ് കൂടാതെ പിന്നെ ഞങ്ങൾ എടുത്തത് ചീസ് ദോശ, പൂരി, പിന്നെ ചീസ് പാവ് മസാലയാണ് എടുത്തത്. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ സെൻറ്റ് അലോഷ്യസ് ചർച്ച് കാണാനാണ് ആദ്യം പോയത്. അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ കയറി കണ്ടു. ഇതാണ് ചർച്ച്. ചർച്ചിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും അനുവദിക്കില്ല, അപ്പോൾ പുറത്തുനിന്ന് എടുത്തൊരു വ്യൂ ആണ്. പിന്നെ ചർച്ച് ഉള്ളിലൊക്കെ കയറി കണ്ടതിന് ശേഷം മ്യൂസിയം കാണാൻ പോയി. മ്യൂസിയത്തിന് ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം കാണാനുണ്ടായിരുന്നു ഈ മ്യൂസിയത്തിൽ. ഒരു അരമണിക്കൂർ കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിയമൊക്കെ എപ്പോഴും നമ്മൾ കുട്ടികൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. നമുക്കും ഒരുപാട് കാര്യങ്ങൾ ഈ മ്യൂസിയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പണ്ട് ഒരുപാട് ആളുകളുടെ ഹോബിയായിരുന്നല്ലോ ഈ സ്റ്റാമ്പ് കളക്ഷൻ. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കാശൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റാമ്പൊക്കെ വാങ്ങിക്കാം, പക്ഷേ ആ ഒറിജിനൽ സ്റ്റാമ്പ് വെക്കുന്ന ആ ഒരു ഫീലിംഗ് എന്തായാലും കിട്ടില്ലല്ലോ. ഇത് കണ്ടു കഴിഞ്ഞപ്പം ലഞ്ച് ടൈമായി. അങ്ങനെ ലഞ്ച് കഴിക്കാൻ പോയി. ഇപ്രാവശ്യം നമ്മൾ മാംഗ്ലൂരിലെ ഊണാണ് നോക്കിയത്. അപ്പോൾ ഇതാണ് മീൽസിലെ വിഭവങ്ങൾ. മെയിനായിട്ട് ഇവർക്ക് അഞ്ചൽ, ചെമ്മീൻ, സ്ക്വിഡ്, പിന്നെ ചെറുമീനുകളുമാണ്. അത് റവ ഫ്രൈ, തവ ഫ്രൈ, പിന്നെ മസാല ഫ്രൈ, അങ്ങനെ 3 ടൈപ്പിലാണ് അവർ ഫിഷ് ഉണ്ടാക്കുന്നത്. പിന്നെ ഊണും നീർദോശ, ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള എല്ലാ ഹോട്ടലിലും ചെന്നാൽ കാണുന്ന ഒരു ഫുഡ്. ഇത് ആവോലി ഫുൾ ഫിഷ് മസാലയാണ്. ഇതിൽ നല്ല മസാല ഉണ്ടായിരുന്നു. ചിക്കൻ ഇതുപോലെ വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ ചിക്കൻ ഞങ്ങൾ എടുത്തു നോക്കിയില്ല. മാംഗ്ലൂർ പോകുമ്പോൾ ഫിഷാണല്ലോ മെയിൻ. ഫുഡ് കഴിച്ച് നേരെ പോയത് ഷോപ്പിങ്ങിനാണ്. സിറ്റി സെൻറ്റർ മാളിലേക്കാണ് പോയത്. ഇത് മാംഗ്ലൂർ ഏറ്റവും വലിയ മാളുകളിലൊന്നാണ്. അങ്ങനെ ഒരു 6 മണി വരെ നമ്മൾ മാളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വീണ്ടും മച്ചിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. കാരണം ഇന്നലെ 8 മണിക്ക് വന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നൊന്ന് ക്യൂ ഇല്ലാതെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഡിന്നറാക്കാമെന്ന് കരുതി. അങ്ങനെ അഞ്ചൽ തവ ഫ്രൈ വാങ്ങി, പിന്നെ മാന്തൽ തവ ഫ്രൈ വാങ്ങിച്ചു. ഇത് പ്രോൺസ് റവ ഫ്രൈ ആണ്. കുറച്ച് ക്രിസ്പി ആയിട്ടാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടമായി. ഇനി നാളെയാണ് ഞങ്ങൾ റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. മാംഗ്ലൂർ ഹാർബറിൽ പോയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മാംഗ്ലൂർ ഹാർബർ കാണാം. ബൈ.